ഇത് ഞങ്ങൾ തലേദിവസം വിഷുവേല കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വിഷുവേല കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ആ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു സിദ്ധുവിൻ്റെ അമ്മമ്മയുടെ കെട്ടുനിറ. അമ്മമ്മ ആദ്യമായിട്ടാണ് ശബരിമലയ്ക്ക് പോണത്. അപ്പോൾ കന്നിസ്വാമിയായിരുന്നു. ഇത് പുലാപ്പറ്റ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രമാണ്. എൻ്റെ ചെറുപ്പത്തിലുള്ള ഏറ്റവും എന്നും തൊഴുത് പ്രാർത്ഥിച്ച് പോകാറുള്ള അമ്പലമാണ്. അപ്പോൾ സിദ്ധുവിനെ അവിടെ ഇന്നലെ വാങ്ങിയ വീഡിയോ ഗെയിമൊക്കെ എടുത്തിട്ട് അവൻ അത് ഐഫോണാണോ എന്നൊക്കെ പറഞ്ഞിട്ട് 15 Pro എന്നൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട് അവൻ. iPhone 50 Pro ആവത്രേ, എനിക്ക് പോലും അറിയില്ല. അങ്ങനെ അതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബ്രഹ്മയുഗം സിനിമ കണ്ടു. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ ശ്രീകുറുമ്പക്കാവിൻ്റെ മൂലസ്ഥാനം വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടതാണ്. അപ്പോൾ അവിടെയാണ് അന്ന് വേല ഉണ്ടായിരുന്നത്, ചെറിയതായിട്ട്. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ടാണ് അത് ഡെവലപ്പായി കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ വേല ഒരു കാളയും DJ പാട്ട് ഡാൻസ് അവിടെ അടുത്തുള്ളവരെല്ലാവരും, അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അവരങ്ങനെ ചെറുതായിട്ട് നടത്തി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ കാള അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു. അപ്പോൾ വെളിച്ചപ്പാട് വന്നിട്ട് അതിനെ ദേവി വന്നിട്ട് സ്വീകരിക്കുന്നതാണ് സങ്കല്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഫുൾ പാട്ടും ഡാൻസും എല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക സംഭാരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവർക്കും. നല്ല ചൂടൊക്കെ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും സംഭാരം ചേച്ചിയുടെ മകളും കൂടി എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. കാരണം ആ DJ പാട്ടിൻ്റെ കൂടെ അത്രയും ഡാൻസ് കളിച്ചിട്ട് എല്ലാവരും ക്ഷീണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കാളകളെ അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തൊഴുകും. എല്ലാവരും തൊഴുകും. അത് രാത്രി ഒരു 9 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാളേനെയൊക്കെ അവിടെ കൊടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം അവിടെ ഭഗവതി പാട്ട് പറഞ്ഞിട്ട് ഈ